സാധാരണ പെണ്ണുങ്ങൾക്ക് സ്വന്തം ഭർത്താവിനോട് ഭയങ്കര പൊസസീവ്നെസ് ആയിരിക്കും. പിന്നെ മറ്റേതെങ്കിലും പെണ്ണുങ്ങൾ ഭർത്താവിനെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഈ വീട്ടിൽ അമ്മായിമ്മയും മരുമകളും അങ്ങനെയല്ല, കൂട്ടുകാരികളും അങ്ങനെയല്ല. എന്തായാലും നമുക്കിന്ന് ഷിബിനയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഷിബിന, യഥാർത്ഥ പേരല്ല. 2 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഞാനും ഹസ്ബൻഡും കൂടി ഒന്നിച്ച് പഠിച്ചതാണ്. എൻ്റെ സീനിയറായിരുന്നു. എൻ്റെ പുറകെ 3 വർഷക്കാലം നടന്നു. ആദ്യമൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു. പിന്നീട് ഞാൻ പ്രേമം അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും വലിയ പ്രശ്നം ജാതിയും മതവും ഒക്കെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എൻ്റെ ഭർത്താവിന് അമ്മ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അമ്മായിമ്മ 2 വിവാഹം കഴിച്ചതാണ്. ആദ്യത്തെ വിവാഹം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുമായിട്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അത് കഴിഞ്ഞ് കുറേ കാലം മുമ്പ് വരെ വേറെ ഏതോ ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പിന്നീട് അമ്മായിമ്മ തന്നെ അയാളെ ഓടിച്ചു വിട്ടത്രേ. അതുകൊണ്ട് അമ്മായിമ്മയ്ക്ക് നാട്ടിൽ നല്ല സൽപ്പേരാണ്. വിവാഹത്തിന് ചെക്കൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അമ്മായിമ്മയുടെ കാര്യമാണ് ആദ്യം പുറത്തു വന്നത്. അതോടുകൂടി വേണ്ടാന്ന് വെച്ചു. പക്ഷേ എനിക്ക് പ്രേമം മൂത്തിരിക്കല്ലേ, ഹസ്ബൻഡും അങ്ങനെ തന്നെ. എന്തായാലും ഞങ്ങൾ 2 പേരും കൂടി പൊരുതി. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് അമ്മായിമ്മയെ ശ്രദ്ധിക്കേണ്ട, ചെക്കൻ്റെ സ്വഭാവം മാത്രം നോക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ആ സമയത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ജോലിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാർ പറഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല അമ്മായിയമ്മ. എന്നോട് വളരെ സ്നേഹമായിരുന്നു. എന്നാലും കല്യാണത്തിൻ്റെ പല പ്രോസസ്സുകളിലും അവർ വന്നില്ല. കാര്യം അവർ ഉൾവലിഞ്ഞു നിൽക്കുകയായിരുന്നു. വിവാഹത്തിന് മുമ്പ് എന്നോട് വലിയ താല്പര്യമൊന്നും അമ്മായിമ്മ കാണിച്ചിട്ടില്ല. പിന്നെ ഒരു മകനേ ഉള്ളൂ, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയാണ് അമ്മ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഭയാശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ സ്വഭാവം എനിക്ക് ഒത്തിരി ആശ്വാസകരമായി. ഒരു വില്ലത്തിയെ പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷേ എന്നോട് നല്ല വാത്സല്യമായിരുന്നു. ഞങ്ങളുടെ ഒരു കാര്യത്തിലും പുള്ളിക്കാരി ഇടപെടുകയില്ല. രാവിലെ ഇഷ്ടമുള്ളിടത്ത് പോകും, അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും സഞ്ചാരസ്വാതന്ത്ര്യ സ്ത്രീകൾക്ക് വേണമെന്നുള്ള ഒരു മനോഭാവമുള്ള ആളാണ് അമ്മായിമ്മ. എന്നോട് എപ്പോഴും പറയും, ഒരു പുരുഷനും പറയുന്നത് മുഴുവനും അനുസരിക്കുന്നവൾ യഥാർത്ഥ സ്ത്രീയല്ല, സ്ത്രീക്കാണ് ശരിക്കുള്ള വഴി അറിയാവുന്നത്. അതുകൊണ്ട് പുരുഷൻ പറയുന്നത് മുഴുവനും കേൾക്കരുത്, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം അനുസരിക്കുക. ബാക്കി അവനവൻ്റെ ഇഷ്ടപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ എപ്പോഴും മനോവിഷമവും ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഫിലോസഫി പറഞ്ഞുകൊണ്ട് കുറച്ച് തൻ്റെടിയായി നടക്കുന്ന സുന്ദരിയായ എൻ്റെ അമ്മായിയമ്മ ഒരു കഥയിലെ നായികയെ പോലെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. അമ്മയ്ക്ക് രണ്ടാമതൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിലുണ്ട്, എനിക്ക് ശല്യമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ നിസ്സാരമായി ചിന്തിക്കുന്ന ഒരു നേരം പോക്കുകാരനാണ് പുള്ളി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. ആ സമയത്തൊക്കെ ഞാനും അമ്മായിമ്മയും കൂടെയാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആദ്യമേ നല്ല ജെല്ലായി. കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ജിമ്മിൽ പോകുമായിരുന്നു. കല്യാണത്തിന് സമയമായപ്പോഴേക്കും നല്ല ജിം ബോഡിയായി. അതൊക്കെ ചുമ്മാ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോട്ടോ ആയിട്ടും റീൽസായിട്ടൊക്കെ ഇടുമായിരുന്നു. ആദ്യകാലത്തൊന്നും എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇൻബോക്സിൽ വന്നിട്ട് ഓരോരോ അനാവശ്യങ്ങൾ ചോദിക്കും. ചുരുക്കം പറഞ്ഞാൽ നല്ല ബോഡി ഷേപ്പുള്ളവരെ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശ്രദ്ധിക്കാതായി. എന്താണ് കാണിക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുകയേ ചെയ്യില്ല. ഇതിനിടയ്ക്ക് ഒരു വട്ടം ഏതോ ഒരു റീൽസ് കയറി അങ്ങ് വൈറലായി. ഒത്തിരി വ്യൂസൊക്കെ വന്നു. അപ്പം അമ്മായും പറഞ്ഞു, എടീ, എൻ്റെ മോൻ്റെ ബോഡി കണ്ടിട്ട് പെണ്ണുങ്ങൾ ചാടുന്നുണ്ട്, മിക്കവാറും നിൻ്റെ കല്യാണ ജീവിതം പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നിയെന്ന്. അതെന്താ അമ്മേ? പറയാൻ പറ്റില്ലടി, നല്ല സുന്ദരിമാരുണ്ട്. അവർ എൻ്റെ മോനെ തട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏതാണുങ്ങളാണെങ്കിലും അങ്ങ് മയങ്ങിപ്പോകും. നിൻ്റെ പുറകെ കുറേ നാൾ നടന്നെന്നൊക്കെ പറഞ്ഞത് അത് വെറുതെ. പിന്നെ അമ്മയുടെ മോൻ മാത്രമേ ഉള്ളൂ ഇവിടെ ജിമ്മിനായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കല്ലെടുത്ത് പുറത്തോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്ന് വീഴുന്നത് ഏതെങ്കിലും ഒരു ജിമ്മിൻ്റെ തലയിലായിരിക്കും. അമ്മയുടെ മോൻ പോവുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഞാനാണെങ്കിൽ അതിലും നല്ലൊരു ജിമ്മിനെ പിടിച്ച് അങ്ങ് പോകും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് ചോദിച്ചു, ആഹാ കൊള്ളാമല്ലോടി, എൻ്റെ ഒരു ഐഡിയ ആണല്ലോ നിനക്ക് ഉള്ളത്. ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും 2 ഭർത്താക്കന്മാരൊന്നും വേണ്ട, ഒരു ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ആഗ്രഹമൊന്നും. അത് നീ എനിക്കിട്ട് ഒന്ന് വെച്ചതല്ലേ. അല്ല, അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ ഭർത്താവ് എങ്ങ് പോകുമെന്ന്. എടീ, എൻ്റെ ആദ്യ ഭർത്താവ് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. പിന്നെ ഞാൻ ചെറുപ്പമല്ലേ, യൗവനമില്ലേ, എനിക്ക് ദാഹവും മോഹവും ഇല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനെ നിയന്ത്രിച്ച് നിർത്തുന്നത്? അതുകൊണ്ടാണ് രണ്ടാമതൊരാളെ ഞാൻ കല്യാണം കഴിച്ചത്. ആ കഥ കേട്ടിട്ടാണ് എൻ്റെ വീട്ടുകാർ ഈ കല്യാണത്തിന് ആദ്യം സമ്മതിക്കാതിരുന്നത്. അമ്മയേക്കാൾ പ്രായം കുറഞ്ഞ
കുറഞ്ഞ ഒരു പയ്യനായിരുന്നെന്നും പിന്നീട് അമ്മ അയാളെ ഓടിച്ചു വിട്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങേര് ഓടിപ്പോയതാണെന്നാണ്. ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മായിമ്മ എന്നെ രൂക്ഷമായി നോക്കി. എടീ, അവൻ ഓടിപ്പോയതാണോ ഓടിച്ചു വിട്ടതാണോ എന്നുള്ളത് അവിടെ നിന്നോട്ടെ. നിന്റെ ഭർത്താവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങനെ തട്ടിക്കൊണ്ട് പൊക്കോട്ടെ. അമ്മയുടെ കാര്യം പറ. എങ്ങനെയാണ് രണ്ടാമത്തെ ഭർത്താവ് പോയത്? ഓടിപ്പോയതാണോ അതോ അങ്ങേരിട്ടിട്ട് പോയതാണോ? അമ്മ ഓടിച്ചു വിട്ടതാണോ? ഒന്ന് പറയൂ. എടീ, അങ്ങനെയൊന്നുമല്ല. ആ ചെക്കൻ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതാണ് രണ്ടാമതൊരു കല്യാണം വേണ്ടാന്ന്. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ചില ആൺ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് കാണുക, അവരുടെ കൂടെ ഒന്ന് ചുറ്റിത്തിരിയുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ പുറത്തു പോയി മസാല ദോശ കഴിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ജീവിതം കൊണ്ടുപോകാം, എൻ്റെ മകനെയും വളർത്താം എന്ന് തീരുമാനിച്ചാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവൻ എന്നെ കണ്ടിട്ട് എൻ്റെ പുറകെ നടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു നാട്ടുകാർ അതും ഇതൊക്കെ പറയുമെന്ന്. പക്ഷേ പറ്റില്ല, എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെയാണ് ഒരമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചത്. നിന്റെ ഭർത്താവിന് അതിൽ ഒരെതിർപ്പുമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 വർഷത്തോളം അവന് ഒരു പ്രശ്നവുമില്ല. എന്നെ കൈക്കുള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് മറ്റ് സ്ത്രീകളുമായി ചാറ്റായി, നോട്ടമായി, അങ്ങോട്ടാടുന്നു ഇങ്ങോട്ടാടുന്നു. ഇത്തരം പ്രവണതകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോന്ന്. അപ്പോൾ പിഞ്ഞാ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, അത് ഇപ്പോൾ 3-4 വർഷമായില്ലേ, എനിക്ക് മറ്റ് പലരോടും താല്പര്യം തോന്നുന്നു, ഒരാൾ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അന്ന് തന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. എന്നാലും എൻ്റെ അമ്മേ, കല്യാണം കഴിച്ച ഒരാളല്ലേ, ആ പുരുഷനെ അത്ര പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റുമോ? പറ്റുവടി. നമ്മുടെ ആവശ്യത്തിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? പക്ഷേ ആദ്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിവാഹിതരായിട്ട് സമൂഹത്തിന് മുന്നിൽ ഓക്കെ. പക്ഷേ അല്ലാതെ നമുക്ക് പല ഇഷ്ടങ്ങളും സാധിച്ച് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനാണ് ആത്മാർത്ഥ സ്നേഹവും പതിവ്രതനും ഒക്കെ ചമഞ്ഞത്. നമുക്ക് മറ്റാരെയും നോക്കരുത്, നമുക്ക് രണ്ടുപേർക്കും കണ്ണിൽ നോക്കി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ടിപ്പിക്കൽ കുലപുരുഷൻ ചമഞ്ഞു. അതിൽ ഞാനങ്ങ് വീണുപോയി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് അവൻ്റെ തനിനിറം മനസ്സിലായത്. അതോടുകൂടി ഞാൻ അവനെ അങ്ങ് ഒഴിവാക്കി. എന്നാൽ പിന്നെ അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അന്ന് മുതൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു. അത് പറ്റില്ലടി. ഓന്തിനെപ്പോലെ നിറം മാറുന്നൊരുത്തനെ എനിക്ക് കൂടെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു. അതിൻ്റെ നഷ്ടം ഞാനങ്ങ് സഹിച്ചു. ഇവിടെ എന്താ ആണുങ്ങളൊന്നുമില്ലേ? നീ പറഞ്ഞതുപോലെ തന്നെ ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജിമ്മന്മാരെ എനിക്കും കിട്ടും. നീ മാത്രം ചെറുപ്പക്കാരി സുന്ദരിയാണെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ. അങ്ങേര് ചാടിയാൽ മുട്ടോളം, അത്രയേ ഉള്ളൂ. അങ്ങേർക്ക് അമ്മ പറഞ്ഞ പോലെയുള്ള വലിയ കാലിബറൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്നേക്കാൾ ഡിമാൻഡ് അമ്മയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം, ഇത്തിരി താമസം എടുക്കും. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയല്ല. ഒന്ന് കൈ കാണിച്ചാൽ തന്നെ സൂപ്പർ ഫാസ്റ്റ് നിർത്തും എന്ന് പറഞ്ഞു. എടീ, പെണ്ണുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഏത് ഫാസ്റ്റും എവിടെ നിർത്തും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടുതൽ പറയാൻ പോയില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മ എനിക്ക് വാണിങ്ങി തരും, ഇടി അവൻ ലൈക്ക് കൂടുതലാണെന്ന്. ഞാനാണെങ്കിൽ ശ്രദ്ധിക്കാറുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഭർത്താവിൻ്റെ ചാറ്റൊക്കെ നോക്കി. പക്ഷേ പുള്ളി ആർക്കും മറുപടി ഒന്നും അയച്ചിട്ടില്ല. ഇങ്ങോട്ട് ഒത്തിരി മെസ്സേജുകളും കിടപ്പുണ്ട്. ഇതിന് മാത്രം ദാരിദ്ര്യമാണോ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും? എന്താണിത്? ഏതെങ്കിലും ഒരു പെണ്ണ് നല്ലൊരു പടം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവളുടെ പുറകെ 10 പേര്, അല്ലെങ്കിൽ നല്ലൊരാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ 10 പേര്. ഈ ലോകം സൗന്ദര്യത്തിന് പുറകെയാണല്ലോ എന്ന് ഞാനും ഓർത്തു. ഇതിനിടയ്ക്ക് ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ, എടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ ഇവിടെ 10 ദിവസത്തേക്ക് താമസിക്കാൻ വരുന്നുണ്ട്. അവൾക്ക് ഇവിടെ എന്തോ ട്രെയിനിങ്ങോ മറ്റോ ഉണ്ട്, അതാണെന്ന് പറഞ്ഞു. അതിനെന്താമ്മേ? പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കാളെ മനസ്സിലായത്. ആക്ച്വലി അവളെൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. അവളെ കണ്ടത് നല്ല സർപ്രൈസായിപ്പോയി. കാര്യം പിന്നീട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അന്നത്തെ ഓർമ്മകൾ ഒത്തിരി ഉണ്ടല്ലോ.
ഞങ്ങൾ രണ്ടുപേരും കൂടി ശരിക്കും കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം ഇരുന്നു. അമ്മായിമ്മ അത് കണ്ടിട്ട് അത് കൊള്ളാം, വമ്പൻ ടിസ്റ്റായി പോയല്ലോ, എൻ്റെ കൂട്ടുകാരുടെ മോള് നിൻ്റെ കൂടെ പഠിച്ചതായിരുന്നു, ആഹാ കൊള്ളാമല്ലോടി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അവളുടെ കഥ ഇത്തിരി ട്രാജഡിയാണ്. വലിയൊരു വീട്ടിലേക്കാണ് അവളെ കല്യാണം കഴിച്ചു വിട്ടത്. ചെക്കൻ കാണാൻ സുന്ദരൻ, നല്ല പെർഫെക്റ്റാണ്. അമ്മായിമ്മയ്ക്കും ഇവളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. കാര്യം ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമേ ആയുള്ളൂ. കല്യാണത്തിലൊക്കെ അമ്മായിമ്മ പോയിരുന്നു. അപ്പോൾ ചെക്കനെ കണ്ടപ്പോൾ നല്ല യോഗ്യനാണ്, ഒരു പ്രശ്നവുമില്ല. അമ്മായിമ്മയുടെ കൂട്ടുകാരിയും അവരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും അമ്മായിമ്മയോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാര്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഭർത്താവ് സുന്ദരനാണ് കാണാൻ, പുറമേ നല്ല ജോലിയുണ്ട്, പണമുണ്ട്, അവൾക്ക് എന്തിനു സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്യാം, ഇഷ്ടംപോലെ പണം മാസം കൊടുക്കും, അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നീട് എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഒരിക്കൽ പോലും സ്വന്തം ഡ്രസ്സ് ഒന്ന് മാറ്റി വെക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ അവർ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു അതെന്താന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് അങ്ങേ സ്നേഹപ്രകടനങ്ങൾ നടത്തും, പക്ഷേ അതിനപ്പുറത്തേക്ക് പോകില്ല. എപ്പോഴും ജീൻസ്, പാൻറ്, ഷർട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബാത്റൂമിലൊക്കെ പോകുമ്പോഴാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലാതെ ഒരു രീതിയിലും പുള്ളി കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ ചോദിച്ചു അത് കൊള്ളാലോ, വലിയൊരു അത്ഭുതമാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ചില സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. കാര്യം കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഭർത്താവിൻ്റെ മുന്നിൽ അനാവൃതമാകാൻ മടിയുള്ള സ്ത്രീകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പുരുഷനെ പറ്റി ഇപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങേർക്ക് യഥാർത്ഥത്തിൽ എന്താടി, എന്ത് കുഴപ്പമാ? അപ്പോഴേക്കും അമ്മാമ്മ പറഞ്ഞു, ഇവനൊക്കെ ശരിക്കും അവനെയൊക്കെ അല്ലേ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തനി ഗുണം അവനറിയും. ഇവനൊക്കെ ആണാണോടി, ഇവനൊക്കെ ഭർത്താക്കന്മാരാണോ? അവൻ്റെ കുഴപ്പം ഞാൻ തീർത്തു തരാം, നീ ഇങ്ങോട്ട് നമ്പർ തന്നെ. അയ്യോ ആൻറ്റി, പുള്ളിയുടെ രഹസ്യങ്ങളൊന്നും ആരോടും പറയില്ലെന്ന് എന്നോട് സത്യം ചെയ്യിപ്പിച്ചേക്കാണ്. അത് കൊള്ളാം, ഭർത്താവ് അങ്ങനെ സ്നേഹിക്കാൻ വരുന്നില്ല, 24 മണിക്കൂറും ഡ്രസ്സ് ഇട്ട് നടക്കുന്നു. അവൻ നിന്നോട് സത്യം ചെയ്യിപ്പിച്ചു, നീ ഉടനെ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് നീ കല്യാണം കഴിച്ചത്? കണി കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ? എന്നാലും എൻ്റെ പൊന്നുമോളെ, 1.5 വർഷം നീ ഇങ്ങനെ പിടിച്ചു നിന്നു. നീ നിൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവളോട് അമ്മാമ്മ ചോദിച്ചു. ഇല്ല ആൻറ്റി, അമ്മയോ മറ്റാരെങ്കിലുമോ ഇതറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്? പുള്ളി ഒരു പാവമാണ്, പണമൊക്കെ ഇഷ്ടം പോലെ എനിക്ക് തരും, എന്ത് വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്, മറ്റു ഭർത്താക്കന്മാരെ പോലെ എന്നെ നിയന്ത്രിക്കാനും വരില്ല. ഞാനിപ്പോൾ ഓർക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങ് ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, കൊള്ളാം, നീയും തനി മണ്ടി തന്നെ. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ചില പുരുഷന്മാരെ വഷളാക്കുന്നതും. എടി, നിനക്കൊന്നിനും താല്പര്യമില്ലേ? നീ ഒരു പെണ്ണാണോ? ജീവിതാവസാനം വരെ ഇങ്ങനെ പോകാനാണ് നിൻ്റെ പ്ലാൻ? എനിക്കൊന്നും അറിയില്ല ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ എങ്കിലൊരു കാര്യം ചെയ്യേ, ഒരു ദിവസം അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്, ഞാൻ അവനെ കൈകാര്യം ചെയ്യാം. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ടാന്നും. ഞാൻ പറഞ്ഞു അല്ലടി, അമ്മ അയാളോടൊന്ന് സംസാരിക്കട്ടെ. എന്തായാലും അമ്മ മുതിർന്നൊരു സ്ത്രീയല്ലേ, അമ്മയ്ക്ക് സംസാരിക്കാനും അറിയാം. പുള്ളി ന്യൂട്രൽ ഇങ്ങോട്ടൊന്ന് വിളിച്ചു വരുത്തിയാൽ മതി. നിന്നെ കാണാൻ വരുന്ന പോലെ നീ 10 ദിവസത്തോടെ നിൽക്കുകയല്ലേ, ആ സമയത്ത് അമ്മ കൈകാര്യം ചെയ്തോളും. എന്താ പ്രശ്നം ചോദിക്കാം. ഓ, പുള്ളി ഒന്നും പറയത്തില്ലെന്നേ, എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്ത് പ്രശ്നമാണെങ്കിലും ആരോടും പറയണ്ട, ഞാനും കൂടെ വന്ന് നമുക്ക് ഡോക്ടറെ കാണാം, എല്ലാം പരിഹരിക്കാമെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞത് ആൻറ്റി. പക്ഷെ പുള്ളിക്കാരൻ വന്നിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൻറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയില്ലെന്ന്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, അവൻ ഉത്തരം പറയുമോ ഇല്ലയെന്ന് നീ എല്ലോ തീരുമാനിക്കുന്നത്. എന്തായാലും അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ, ബാക്കി ഞാൻ ചികഞ്ഞെടുത്തോളാം അവിടെ. അങ്ങനെ ഒരാണ് എൻ്റെ മുന്നിൽ ഒന്നും പറയാൻ നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റിയിടും. അവനെയല്ല, അവൻ്റെ അപ്പൂപ്പനെ വിറ്റ കാശ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, വിളിച്ചു വരുത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആകെ കൂടി ഇഷ്ടമില്ലെങ്കിലും ചേട്ടാ ഇങ്ങോട്ടിടയ്ക്ക് ഒരു ദിവസം വരണേ, ആൻറ്റി കാണണമെന്ന് പറയുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പുള്ളി സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, ആൻറ്റി പാവമാണ്, നമ്മുടെ കല്യാണത്തിന് വന്നപ്പോൾ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിച്ചു. എന്തായാലും അമ്മാവൻ പറഞ്ഞു, വരട്ടെടി, ഞാൻ അവനെ 2 മണിക്കൂർ ഒന്ന് സംസാരിക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് വിട്. അമ്മേ പ്രശ്നമാകുമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, പിന്നെ പ്രശ്നം എന്തോ അവൻ്റെ പ്രശ്നമെന്ന് നമുക്കറിയണമല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് വന്നു. ഉച്ചയുടെ സമയത്ത് വരണമെന്ന് അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അങ്ങേരുടെ ഇഷ്ടങ്ങളെല്ലാം നോക്കിയിട്ട് അമ്മ അവളോട് ചോദിച്ച് മനസ്സിലാക്കി നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചു. അമ്മ
വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്, വാത്സല്യത്തോടു കൂടിയും. അതോടുകൂടി അങ്ങേർ കംഫർട്ടബിളായി. നല്ല ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ സംഭാഷണത്തിലേക്ക് കടന്നു. മോനെ എവിടെ ജോലി ചെയ്യുന്നത്? അമ്മയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും തേൻ തുളുമ്പുകയാണ്. അയാൾക്കറിയില്ലല്ലോ യഥാർത്ഥത്തിൽ അമ്മ എന്തെല്ലാം ചോദിക്കാൻ പോകുന്നു. ഒന്നും അറിയില്ലെന്ന് വിചാരിച്ച് പുള്ളി അമ്മയുടെ തമാശകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും കൂട്ടുകാരിയും കൂടെ അവിടുന്ന് സ്കൂട്ടായി. കാര്യം ഇനി അമ്മ കാര്യങ്ങൾ ചോദിക്കും, അത് ഉറപ്പാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചെല്ലേണ്ട സമയത്ത് ചെല്ലാന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോയി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയുടെ ശബ്ദം ഉയർന്നു കേട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അമ്മായിയമ്മ പറയുകയാണ്, എടാ നിനക്ക് എന്താ കുഴപ്പം? ഞാൻ നോക്കിയല്ലോ, എന്നിട്ട് പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നം എന്താണ്? സ്വന്തം ഭാര്യയുടെ മുന്നിൽ നിനക്ക് നല്ലൊരു ഭർത്താവായിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്താണ്? നീ സത്യം പറഞ്ഞു, അതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോഴേക്കും അങ്ങനെ ആൻറ്റി എന്തൊക്കെയായി കാണിച്ചത്? ഏതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ ഒരു പുരുഷനിൽ കടന്നു കയറുമോ? കടന്നു കയറടാ. ഇവള് എൻ്റെ മോളെ പോലെയാണ്. ഇത്രയും നാൾ അവൾ സഹിച്ചു. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം അറിയണമല്ലോ. അവളാണെങ്കിൽ അവളുടെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. അല്ലാതെ നിനക്കിവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും അയാൾ ഭാര്യയോട്, എടി നമുക്കിവിടുന്ന് പോകാമെന്നും. അവൾ ഒന്നും മിണ്ടിയില്ല. എന്തായാലും ആൻറ്റിയിലെ കാര്യങ്ങൾ പറയാതെ വിടില്ല ചേട്ടാ, ആൻറ്റിയുടേത് ഒരു പ്രത്യേക സ്വഭാവമാണ് എന്ന് പറഞ്ഞു. നീ എന്നാലും ആൻറ്റിക്ക് എന്നെ ഒറ്റിക്കൊടുത്തല്ലോ പുള്ളി പറഞ്ഞു. ആ എന്ത് ചെയ്യാനാ? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾ എന്നോട് പോലും പറയുന്നില്ല. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ മുന്നോട്ട് ജീവിക്കുക? ആദ്യം അയാൾ പറയാൻ കൂട്ടാക്കിയില്ല. അപ്പം അമ്മായിമ്മ പറഞ്ഞു, നീ പറയും, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മരുമോളും ഇവിടെ ഉണ്ട്. വെറുതെ സന്ദർശകനായി വന്ന് നീ ഞങ്ങളെ രണ്ടുപേരെയും പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാനങ്ങ് പറയും. അതോടുകൂടി നീ വല്ലാത്തൊരവസ്ഥയിലാകും. അത് വേണോ മോനെ? അത്ര റിസ്ക്കൊക്കെ എന്നെ കൊണ്ട് എടുപ്പിക്കണോ? ഞാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ്. എൻ്റെ മോളെപ്പോലുള്ളൊരു പെണ്ണിൻ്റെ ജീവിതം എനിക്ക് രക്ഷിക്കണ്ടേ? അതുകൊണ്ട് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, പുള്ളിക്ക് കാര്യമായ ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട്. പണ്ട് ആദ്യം ബൈക്ക് മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നടന്ന വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കുറേയധികം മുറിവുകളും ഓപ്പറേഷൻസും ഒക്കെ നടന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനക്ഷമതയില്ല. പിന്നെ ഒത്തിരി മുറിവുകളുടെ പാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളും സർജറിയും ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അത് ഒരിക്കൽ പോലും പങ്കാളിയുടെ മുന്നിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവസാനം പൊട്ടിക്കരഞ്ഞു. അത് കേട്ടപ്പോഴാണ്, ദൈവമേ, ഇത്രയും നേരം മല പോലെ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അതിന് പിന്നിലുള്ളത്. ഒരു മനുഷ്യൻ, അങ്ങേർക്ക് പറ്റിയ ആക്സിഡൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും. എന്നാലും ഇത് മറച്ചു വെച്ച് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞു, ഇതായിരുന്നെങ്കിൽ മനുഷ്യ നേരത്തെ അങ്ങ് പറഞ്ഞുകൂടെ? ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഏത് മനുഷ്യനും ഏത് ആക്സിഡൻറ്റും പറ്റും. ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബലഹീനത ഉണ്ടായിപ്പോയേക്കും. കൈ പോകുന്നവരുണ്ട്, കാൽ പോകുന്നവരുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം അങ്ങ് പോയി, അല്ലെങ്കിൽ എന്തിനും പാടുകളുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ അപകർഷബോധത്തിന് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി മേലിൽ നിങ്ങൾ ഈ കാര്യം പറയരുത് എന്ന് പറഞ്ഞു. അപ്പം അമ്മായിമ്മ പറഞ്ഞു, മോനെ നീ ഇന്നിവിടെ നിൽക്കും. എൻ്റെ മോനോ ആഴ്ചയിൽ ഒരിക്കലേ വരികയുള്ളൂ. ഇന്നെങ്കിലും നിങ്ങൾ സമാധാനത്തോടു കൂടി ഉള്ളതുകൊണ്ട് ഓണം. ഉള്ളത് മതി, ഒരു പ്രശ്നവുമില്ല. നിനക്ക് പ്രശ്നങ്ങളുണ്ടോ എങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് അടുത്തിടപഴകി ഉള്ളതുകൊണ്ട് നന്നായി മുന്നോട്ട് പോകുന്നതിൽ സ്നേഹം നിനക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ 2 പെണ്ണുങ്ങളോടുണ്ട്. ഞാനും നിൻ്റെ ഭാര്യയും എൻ്റെ മരുമോളും എല്ലാം നിന്നോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. സ്ത്രീകൾക്ക് നല്ല സ്നേഹം വേണം. ആ സമയത്ത് അവർ എന്ത് സഹിച്ചെന്നിരിക്കും. അതുകൊണ്ട് മോൻ ഇന്ന് പോകാതെ ഇന്നിവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. ഇന്ന് തന്നെ എല്ലാ ശങ്കകളും മാറ്റണം. ഇന്ന് തന്നെ തിരശ്ശീല മാറ്റി നൃത്തം ഒന്ന് ചൂട് വെക്കണം എന്ന് പറഞ്ഞു. അമ്മായിമ്മ പച്ചയ്ക്കാണ് പറഞ്ഞത്. പുള്ളി സ്തംഭിച്ചിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരന് പുറകിലേക്ക് ചുവട് വെക്കാൻ പറ്റില്ല. അമ്മായിമ്മ സമ്മതിക്കില്ല. കാര്യം ഈ കാര്യത്തിന് തീരുമാനം എടുത്തിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ള നിലയിലാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിയെ വിട്ടത്. പക്ഷേ അതിന് ഗുണമുണ്ടായി. അവൾ ഞങ്ങളോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേയും? ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയേനേയും. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അപകർഷബോധമുണ്ട്. പക്ഷേ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നു.
ആ മറയില്ലാതായപ്പോൾ കുറച്ചുകൂടി ജീവിതം മനോഹരമായെന്ന് പറഞ്ഞു. എന്തായാലും അമ്മ പുള്ളിയെ നന്നായി ഉപദേശിച്ചു വിട്ടു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ അവിടെ കാണും, സ്നേഹമാണ് ഏറ്റവും നല്ലത്, സ്നേഹമില്ലാത്തടത്ത് ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കൊള്ളാം. ഒരു കൗൺസിലറുടെ ഫലം ചെയ്തിട്ടാണ് അമ്മ അങ്ങനെ വിട്ടത്. പിന്നീട് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അമ്മയെ ആ പുള്ളിക്കാരൻ വിളിക്കും. അമ്മ പിന്നീട് വളരെ വലിയൊരു ഉപദേശിയായിട്ട് അങ്ങ് മാറി എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അങ്ങേരോടായി. മകനോടുള്ള വാത്സല്യം തന്നെ. പുള്ളിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കുറച്ചെങ്കിലും സോൾവ് ആയത് അമ്മ മൂലമല്ലേ. അതുകൊണ്ട് അമ്മയായിട്ടാണ് ഒരു ഗുരുവായി കാണുന്നത്. പക്ഷേ ഒരു ദിവസം പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സ്നേഹത്തോട് പോയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുട്ടി വേണ്ടേ അമ്മേ, അത് എങ്ങനെ നടക്കുമെന്ന്. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, എടി അവൻ സങ്കടം അങ്ങ് പറഞ്ഞു. ഞാൻ ഓർക്കുന്നതും എൻ്റെ മോൻ ഇവിടെ ഉണ്ട്, അവനാണെങ്കിൽ ദേ ജിം ബോഡിയൊക്കെ കാണിച്ചിട്ട് ചുമ്മാ മെസ്സേജ് വായിച്ച് ഇങ്ങനെ നടക്കുന്നു. അവന് എന്തെങ്കിലും ഒരു നല്ല ഉപകാരം മറ്റൊരാൾക്കുണ്ടാക്കി കൊടുക്കട്ടെ. നിന്റെ കൂട്ടുകാരിയല്ലേ. അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണമെടി, നിന്റെ കൂട്ടുകാരിയാണ്, പിന്നെ അവളെ സഹായിക്കുന്നതിന് എന്താ കുഴപ്പം? നിന്റെ ഭർത്താവിനോട് പറ, അവന് മനസ്സിലാകും. പുള്ളിക്ക് അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. ആര് പറഞ്ഞു? നല്ല താല്പര്യമുണ്ട്, ഒന്ന് പറഞ്ഞു നോക്കിക്കേ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഭർത്താവിനോട് ഈ ഐഡിയ പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അമ്മായിമ്മയുടെ ക്രേസിനെസ് എന്ന് പറഞ്ഞ് പുള്ളി തള്ളിവിട്ടു. പക്ഷേ അമ്മ മകനോട് പറഞ്ഞു, ഇത് ഏതെങ്കിലും രീതിയിൽ സാധ്യമാക്കി കൊടുത്തേ പറ്റൂന്ന്. അമ്മ തന്നെ നിർബന്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ലാതായി. എനിക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ. കാര്യം ഈ കാര്യങ്ങൾക്കെല്ലാം കൂടെ ഞാൻ അമ്മായിമ്മയോട് നിൽക്കല്ലേ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗതിയും ഞാൻ കാണുന്നുണ്ടല്ലോ. അവളുടെ ദാമ്പത്യ ജീവിതം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ എനിക്കൊരു സഹായം ചെയ്താൽ എന്താ എന്നുള്ള ചിന്ത എനിക്ക് വന്നു മാഡം. അങ്ങനെ ഞാനത് അനുവദിച്ചു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിവിടെ ലീവിന് വരുമ്പോഴേക്കും പതിവായി വന്ന് നിൽക്കാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ ആദ്യം അവൾക്ക് അങ്ങോട്ടേക്ക് ഒരു നോട്ടം, രണ്ടാമത് നോട്ടം എനിക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ഇതെല്ലാം ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. അമ്മായിമ്മയുടെ ആ ഒരു സ്വഭാവം കൊണ്ടായിരിക്കും തോന്നുന്നു. എന്തായാലും മാഡം അങ്ങനെ 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കുമില്ലേ അവൾക്ക് എല്ലാം ഓക്കെ, ഇനി അധികം ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അമ്മായിമ്മ അവളെ ആശീർവദിച്ച് വിട്ടു. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു വിശേഷവും ഉണ്ടാകുന്നില്ല. ഭർത്താവിന് എന്നോടുള്ള അടുപ്പം കുറഞ്ഞു വരുന്നുണ്ടോയെന്നും എനിക്കൊരു സംശയം. മാഡം, അമ്മായിമ്മയുടെ ഈ ഒരു സ്വഭാവത്തിനിടയ്ക്ക് ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ സമ്മതിക്കുകയും എൻ്റെ ഭർത്താവിനെ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കാർക്കും ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും എനിക്കാണ് മനോവിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. എനിക്കും ഭർത്താവിനെ പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവൾക്ക് കാര്യങ്ങൾ സക്സസ് ആകുകയും ചെയ്തു, എനിക്കൊട്ട് ആകുന്നതുമില്ല. ഹസ്ബൻഡ് അകന്നു പോകുന്ന പോലെ തോന്നുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്, ഇതൊക്കെ ഒരു പരസ്പര സഹായമായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നിസ്സാരമായി എല്ലാറ്റിനെയും കാണുകയാണ്. എനിക്ക് ഏതവസ്ഥയിൽ എങ്ങനെയാണ് ഈ കഥ പറയേണ്ടതെന്ന് പോലും അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരു സ്ത്രീ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡിന് ഈ പറഞ്ഞതുപോലെ അങ്ങേർക്ക് നിങ്ങളെ മാത്രം സ്നേഹിച്ച് കഴിയണം എന്നുള്ളൊരു അവസരത്തിൽ അങ്ങേരുടെ മനസ്സ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ചില അകലങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സ്വാതന്ത്ര്യമുണ്ട്, ഭയങ്കര മോഡേൺ ചിന്താഗതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളെ പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഉടനെ തന്നെ നമ്മളതിലേക്ക് ഇറങ്ങി ചാടരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ എന്ന് വെച്ചിട്ട് മുഴുവൻ കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കരുത്. അങ്ങനെയുള്ളപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭയങ്കര സ്വാതന്ത്ര്യം, അമിത സ്വാതന്ത്ര്യം, ഇതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളാകും. ഇനിയെങ്കിലും അമ്മായിമ്മയുടെ കാര്യങ്ങളും കഥകളും ഒക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് അവരെ അനുകൂലിക്കരുത്. പിന്നെ ഭർത്താവും നിങ്ങളും എല്ലാം കൂടെ കാണിച്ച ഈ കാര്യത്തിൽ അവരുടെ ജീവിതം നോക്കിക്കോളും. ഇനി അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കഥ കഴിഞ്ഞു എന്നുള്ളത് തീരുമാനിച്ചിട്ട് ഇനി ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെ സ്നേഹം തിരിച്ചു പിടിക്കുക. അമ്മായിയമ്മയ്ക്ക് ചിലപ്പോൾ പറക്കാൻ തോന്നും, നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറക്കരുത്. അവരെ അവരുടെ സ്വഭാവത്തിന് വിട്ടേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് കയറിക്കിടന്ന് തുള്ളരുത്. തുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിന് പിടിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ചേർന്ന ഒരാളല്ല നിങ്ങളുടെ അമ്മായിയമ്മ. അവർ പറന്ന് കിട്ടി നിങ്ങൾ തുള്ളുമെങ്കിലും അവസാനം നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരേ തോൽപക്ഷികളാണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. അങ്ങനെയല്ലെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിന് കൂടെ നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം നോക്കുക.